പഴമക്കാർ പറഞ്ഞുകേട്ട് മാത്രം ഇന്നത്തെ തലമുറയ്ക്ക് അറിവുള്ള ഇരിട്ടി പഴയ പാലത്തിൻ്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയാണ് ഒരു ശിലാഫലകം. ഇരിട്ടി സ്വദേശിയുടെ കയ്യിൽ ഏറെക്കാലം സൂക്ഷിച്ച ഈ ചരിത്രശേഷിപ്പ് ഇപ്പോൾ തലശ്ശേരി കേരള റവന്യൂ റഫറൻസ് ലൈബ്രറിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. 1887 ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുള്ള മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡ് പ്രസിഡൻ്റായിരുന്ന വില്യം ലോഗനാണ് ബ്രിട്ടീഷുകാർ തന്നെ നിർമ്മിച്ച തലശ്ശേരിയിലെ കുടകുമായി ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ ഭാഗമായി ഇരിട്ടിയിലെ ആദ്യത്തെ പാലത്തിൻ്റെ ശിലയിട്ടത്. ഇരിട്ടി അയൺ ബ്രിഡ്ജ് എറിക്റ്റഡ് ഇൻ 1887 ബൈ ദി മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡ് W. ലോഗൻ പ്രസിഡന്റ് എന്നാണ് ഈ ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരിട്ടി എന്ന സ്ഥലനാമത്തിന് തന്നെ നിദാനമായ ഇരട്ടക്കടവിനോട് ചേർന്നായിരുന്നു ബ്രിട്ടീഷുകാർ ആദ്യ പാലം നിർമ്മിച്ചത്. കുടക് ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ബാരോപ്പൾ പുഴയും വയനാടൻ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ബാവലി പുഴയും സംഗമിക്കുന്ന സ്ഥാനത്തെയാണ് പഴമക്കാർ ഇരട്ടക്കടവ് എന്ന് വിളിച്ചു പോന്നിരുന്നത്. ഇത് ലോപിച്ചാണ് പിന്നീട് ഇരിട്ടി എന്ന സ്ഥലനാമമുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡിൽ നിന്നും ഇരിട്ടി മൃഗാശുപത്രിക്ക് മുന്നിലൂടെ പുഴയിലേക്കും പാലത്തിലേക്കും നീളുന്നതായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ കുടകുപാതയുടെ ഭാഗമായി നിർമ്മിച്ച റോഡ്. പാലം കടന്ന് നേരെ അക്കരെയെത്തുന്ന സ്ഥലത്ത് അവർ അന്ന് തന്നെ മനോഹരമായ ഒരു റെസ്റ്റ് ഹൗസ് നിർമ്മിച്ചിരുന്നു. മരങ്ങളും ഓടുകളും കൊണ്ട് നിർമ്മിച്ച ആ മനോഹരമായ നിർമ്മിതി പൊളിച്ചു കളഞ്ഞാണ് കേരള സർക്കാർ ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള പുതിയ റെസ്റ്റ് ഹൗസ് പണിതത്. 1999 വെള്ളപ്പൊക്കം എന്ന് പഴമക്കാർ വിളിക്കുന്ന 1924 കൊല്ലവർഷം 1099 കേരളക്കരയെയാകെ വെള്ളത്തിൽ മുക്കിയ വെള്ളപ്പൊക്കത്തിലാണ് ഈ പാലവും തകർന്നത്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി 10 ദിവസത്തിലേറെ നീണ്ടുനിന്ന മഴയും വെള്ളപ്പൊക്കവും 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു. ഇരിട്ടിയുടെ മലയോര മേഖലയിലുണ്ടായ ശക്തമായ മഴയിൽ കുത്തിയൊഴുക്കി മലവെള്ളപ്പാച്ചിലിൽ ബ്രിട്ടീഷുകാർ ഇരിട്ടി അയൺ ബ്രിഡ്ജ് എന്ന് വിളിച്ചിരുന്ന പാലം പാടെ തകർന്ന് ഒഴുകിപ്പോവുകയായിരുന്നു. ഈ പാലത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് 1933 ബ്രിട്ടീഷുകാർ വീണ്ടും ഇപ്പോൾ കാണുന്ന ഉരുക്കുപാലം പണിതത്. പാലം തകർന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശിലാഫലകം ഇരിട്ടിയിൽ അക്കാലത്തെ കമ്പൗണ്ടർ സഹോദരന്മാരിൽ രണ്ടാമനായ മാവില കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർക്ക് ലഭിക്കുന്നത്. ഇരിട്ടിയുടെ മലയോര മേഖലകളിൽ കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇരിട്ടിയിൽ ഡോക്ടർമാരില്ലാതിരുന്ന 1930കളിൽ തലശ്ശേരിയിലെ P. നാണു ഡോക്ടറുടെ സഹായിയായാണ് കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെ ജ്യേഷ്ഠനും തലശ്ശേരി ഇല്ലത്തുതാഴെ സ്വദേശിയുമായ അനന്തൻ നമ്പ്യാർ ഇരിട്ടിയിലെത്തുന്നത്. ഇരിട്ടിയിലെ ആതുര ശുശ്രൂഷ രംഗത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നതും ഇവരിലൂടെയാണ്. ഇതിനുശേഷം 1940കളിലാണ് ഇദ്ദേഹത്തിൻ്റെ അനുജൻ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരും ഇരിട്ടിയിലെത്തുന്നത്. ഇരിട്ടിയിലെ ആദ്യത്തെ രജിസ്ട്രേഡ് ഫാർമസിസ്റ്റായിരുന്ന ഇദ്ദേഹം ആയുർവേദ ചികിത്സയിലും പ്രാവീണ്യം നേടിയിരുന്നു. നേരമ്പോക്ക് റോഡിൽ ഇരിട്ടി പുഴയോരത്തിനു സമീപം അനന്തൻ നമ്പ്യാർ നിർമ്മിച്ച വീട്ടിൽ താമസിച്ചു വരുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന് പുഴക്കരയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ തകർന്ന ഇരിട്ടി പാലത്തിൻ്റെ ശിലാഫലകം ലഭിക്കുന്നത്. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം അറിയാതെ ഒരു കൗതുകത്തിന് ഇതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വച്ചു. ഇരിട്ടി ടൗണിൽ ഇന്നത്തെ കൃഷ്ണ മെഡിക്കൽസ് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാനത്ത് തുടങ്ങിയ മോഡേൺ ക്ലിനിക് എന്ന സ്ഥാപനത്തിൻ്റെ ചവിട്ടുപടിയാക്കി ഇത് മാറ്റി. ഏഴൂരിൽ പുതിയ വീടെടുത്ത് താമസമാക്കിയപ്പോൾ ഈ ശിലാഫലകം ഈ വീട്ടിലേക്കും പിന്നീട് പായം പഞ്ചായത്തിലെ പെരുമ്പറമ്പ് കപ്പച്ചേരിയിൽ പുതിയ വീടെടുത്ത് താമസമാക്കിയപ്പോൾ അവിടേക്കും ഈ ശിലാഫലകത്തെ കൂടെ കൊണ്ടുപോയി. ഇവിടെ നിന്നും 1999 അന്നത്തെ പായം വില്ലേജ് ഓഫീസറായിരുന്ന K. ശ്രീധരൻ ഈ ശിലാഫലകം കാണുകയും അന്നത്തെ തലശ്ശേരി RDO ആയിരുന്ന AC മാത്യുവിനെ വിവരമറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ AC മാത്യുവിൻ്റെ കാറിൽ ഈ ചരിത്രശേഷിപ്പ് തലശ്ശേരിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ തലശ്ശേരി കേരള റവന്യൂ റഫറൻസ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ശിലാഫലകം. മലബാർ കലക്ടറായിരുന്ന CA ഇന്നീസിൻ്റെ മലബാർ ഗസറ്റിൽ 1924 വെള്ളപ്പൊക്കത്തിൽ ഇരിട്ടി പാലം തകർന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിലാഫലകത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്ന കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ 2002 ഫെബ്രുവരി 28 ദിവംഗതനായി.